മാൻഹോളിൽ പെട്ടുപോയ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തെരച്ചിൽ പരിപാടി നടക്കുന്നുണ്ട്. എത്രയോ മണിക്കൂറുകളായിട്ടാണ് തെരച്ചിൽ. ഒരു 3-4 മിനിറ്റിനാണ് വെള്ളത്തിനടിക്കണം എന്നാണ് മരിച്ചു. പിന്നെ ഇത്രയും ദൂരം അങ്ങ് ഒഴുകി പോകാനും വേണ്ടും വലിയൊരു ഒഴുക്കില്ല. അയാൾ അടിയിൽ പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ മരിക്കാനാണ് സാധ്യത. മരിച്ച ഒരു ഡെഡ് ബോഡി ചിലപ്പോൾ കുറച്ച് ദൂരം ഒഴുകുമോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ ഇത്രയും 200 മീറ്ററും 100 മീറ്ററൊക്കെ ഇങ്ങനെ രക്ഷയില്ലാതെ മുന്നോട്ട് പോയി അങ്ങനെ അങ്ങ് എവിടെയോ പിടിച്ചിരിപ്പുണ്ടാവും. അത് ഈ വെള്ളം ഒഴുകുന്നിടത്ത് എന്തോരം വെള്ളം ഒഴുകി, മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നു, വേസ്റ്റ് മുഴുവൻ തള്ളിയേക്കുന്നത്. അപ്പോൾ ചിലർ പറയുന്നു ഈ മലയാളികളൊക്കെ ഇത്ര വൃത്തികെട്ടവന്മാരാണോ വേസ്റ്റ് കൊണ്ട് ഇങ്ങനെയാണ് ഇടുന്നത്, വേസ്റ്റ് മാനേജ്മെൻറ്റ് മോശമാണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് അത് ചെയ്യേണ്ടത്. ഈ ഗവൺമെൻറ്റിന് ഒട്ടും ഇല്ലാത്ത, തീരെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണം മെയിനായിട്ട് കാണിക്കാൻ പറ്റുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഈ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് കേരളത്തിൽ അത് നടന്നിട്ടില്ല, ഇന്ത്യ മൊത്തത്തിൽ നടക്കത്തില്ല. വെളി രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റേ ഇലക്ട്രോണിക് വേസ്റ്റ് വരെ കൊണ്ടുവന്ന് ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ വേറെ രൂപത്തിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് എന്താ പറയണ്ടേ ഇവിടെ കൊണ്ട് തള്ളുക, പോസിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ചുമ്മാ അങ്ങ് ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ അത് കാശ് കൊടുത്ത് മേടിച്ചിട്ടാണ് നമ്മളത് പിന്നെ ഇവിടെ വേസ്റ്റ് ആക്കുന്നത്. അതാ വേറെ രസം. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഏറ്റവും അവസാനത്തെ റീസൈക്ലിങ്ങിൽ ചൈനയിൽ നിന്ന് കുറേ പ്രോഡക്റ്റ്സ് വരും, ടോയ്സ് ആയിട്ടും ചട്ടിയായിട്ടും കലമായിട്ടൊക്കെ വരും. അതൊക്കെ മേടിച്ചിട്ട് പിന്നെ അതിനപ്പുറത്തോട്ട് റീസൈക്ലിംഗ് ഇല്ല അതിന്, അത്ര മോശം പ്രോഡക്ട്സ്. അതുപോലെ തുണിയാണേലും ഡൈ ആണേലും ഈ പറഞ്ഞ കളറേ ഒരുപാട് സാധനങ്ങളുടെ വേസ്റ്റ് ഡിപ്പോ ആണ് നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തന്നെ പല രീതിയിലും. അത് കടലിലോട്ടാണെങ്കിലും കായലിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും അത് വേണം. അതുകൂടാതെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടുത്തെ ഒരു സാധനത്തിനും വേണ്ട രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നേ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണത്. അത് മനുഷ്യന് മാത്രമല്ല, ഇവിടുത്തെ ഞങ്ങൾക്ക് ജീവജാലങ്ങളെ മൊത്തം ഒന്ന് കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പ് പൊല്യൂഷൻസ്, വാട്ടർ പൊല്യൂഷൻ ആണെങ്കിലും എയർ പൊല്യൂഷൻ ആണെങ്കിലും എല്ലാത്തിനും കാരണമാകുന്ന ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഒട്ടും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഗവൺമെൻറ്. അത് ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല, അതിന് ഇച്ചിരി പണിയുണ്ട്. അത് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ ആൾക്കാരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊതുജനത്തിന് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. ആരെങ്കിലും അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? എല്ലാവരും പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടങ്ങ് കളയും. എവിടെയെല്ലാം കൊണ്ട് വേസ്റ്റ് വരുന്ന അവിടെ ക്യാമറ വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവിടെ വെച്ചാൽ പിന്നെ വേസ്റ്റ് പിണറായി വിജയൻ്റെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് പറയുന്നത് എന്ത് നിങ്ങളുടെ മാലിന്യം നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ തീട്ടം നിങ്ങളുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ തിന്നണമെന്ന് പറയുന്ന പോലെ ഉണ്ട്. സെപ്റ്റി ടാങ്കും ഇല്ല, കക്കൂസും ഇല്ല, തൂറിയിട്ട് അങ്ങ് തിന്നോളാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത്രയ്ക്ക് അതപ്പതിച്ചൊരു ഡയലോഗ് ട്രാൻസ്പോർട്ട് ബസ്സെ മൊത്തം എഴുതി ഒട്ടിച്ച മണ്ടന്മാരായിമാർ. അത് ആ കാര്യത്തിൽ യാതൊരു ഇവരോട് സഹകരിക്കാനും പറ്റുന്ന മണ്ടന്മാരെന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുപോലത്തെ ഒരു മണ്ടന്മാരെ കണ്ടിട്ടില്ല. അതിപ്പോൾ ആരാണെങ്കിലും പറയുന്ന കാര്യമാണ്. ഞാനത് പണ്ട് തൊട്ടേ ഇതിനെപ്പറ്റി പറയാറുമുണ്ട്. ഈ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഗവൺമെൻറ് എന്ത് ഗവൺമെൻറ്? ഈ അവിടെ നോക്കി ഓരോരുത്തർ അവിടെ ഇവിടെ കൊണ്ടിടുന്നു, പിന്നെ അതിൻ്റെ പുറകെ ക്യാമറ എടുത്തു, അവൻ വേസ്റ്റ് കൊണ്ട് കളഞ്ഞവൻ ഭയങ്കര മോശക്കാരൻ. പിന്നെ ഇവിടെ ആരാണ്ടൊക്കെ ഈ നഗരസഭയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പെറുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് കൊണ്ട് വേസ്റ്റ്. നേരത്തെ ഫേസ് ബോക്സ് വെച്ചിട്ടുണ്ടാണ് നഗരസഭയുടെ, പിന്നെ ഇവർ വെക്കാതായി. ആൾക്കാർ എന്തെങ്കിലും ചെയ്യട്ടെന്ന്. ആൾക്കാർ ഇത് വിഴുങ്ങത്തൊന്നുമില്ല, കത്തിക്കുകയോ അല്ല എവിടെയും കൊണ്ട് കളയുകയൊക്കെ തന്നെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സംഭവം പല ഓടയ്ക്കകത്തും കായലിലും ആറ്റിലും പുഴയിലും ഒക്കെ ഇത് വന്ന് കാണുന്നത്. കടലിലോട്ടൊക്കെ ചുമ്മാ ഒഴുകി പോവുക. കടലിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞിടയ്ക്ക് പറയുന്ന കേട്ടില്ല. ഏതോ ഒരു ബാക്ടീരിയ ആണ് ഭൂമിക്ക് സപ്ലൈ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്, മരങ്ങളല്ല. അപ്പോൾ മരങ്ങളെ വെട്ടരുത്, പേപ്പർ സേവ് ചെയ്യണം, സേവ് ഓക്സിജൻ, സേവ് ട്രീ എന്നൊക്കെ പറഞ്ഞ് കുറച്ചാൾ കുറേ മണ്ടത്തരം ക്യാമ്പയിൻ ചെയ്ത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലാവില്ല. അതിനകത്തുള്ള തട്ടിപ്പ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് അറിയാനായിരിക്കത്തില്ലല്ലോ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് മീഡിയ വഴിയൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില എല്ലാവരും അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ലല്ലോ. ശാസ്ത്രജ്ഞന്മാർ ഇന്നലെയാണോ ഇത് കണ്ടുപിടിച്ചത്? അല്ലായിരിക്കും. പക്ഷേ എന്തോ ഒരു തട്ടിപ്പ് അതിനിടെ നടന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയ അറിവുകൾ തെറ്റാണ്. അപ്പോൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല, അല്ലെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തടി എല്ലാ ദിവസവും രാത്രി ഞാൻ കാണാറുണ്ടെങ്കിൽ ഇത്രയും തടി വെട്ടിക്കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളൊക്കെ രാത്രി ഇറങ്ങുന്നവർ കണ്ടില്ല? തടി ലോറികൾ ഇപ്പോഴും ഇങ്ങനെ എണ്ണമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം ഒരു ടൗണിലോ അല്ല എവിടെയും താമസിക്കുന്നിടത്തൊരു മരം വെട്ടാൻ തുടങ്ങിയ രാഷ്ട്രീയക്കാർ വന്നിട്ട് ഇവിടുന്നു, പ്രകൃതി സംരക്ഷകർ ഇടപെടുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. റോഡിൽ നടുക്കുകൊണ്ട് ഡിവൈഡറിന്റെ അപ്പുറത്തൂടെ മരം നട്ട് വെച്ചിട്ട് പ്രകൃതി സ്നേഹം പ്രകടിപ്പിക്കുന്നു. സ്കൂളിൽ ഒരു വർഷത്തിലൊരിക്കൽ കൊണ്ട് 4 ചെടി നട്ട് വെച്ചിട്ട് പ്രകൃതി സ്നേഹം കാണിക്കുന്നു. ഇങ്ങനത്തെ ഒരു ഡ്രാമ ഇവിടെ എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നടക്കും. അതൊരു വലിയ തട്ടിപ്പാണെന്നാണ് തോന്നുന്നത്. എന്തിനാ അപ്പോൾ കടൽ നശിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഇമാർ? ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് കടലിൽ തള്ളി ആ ബാക്ടീരിയ ഇല്ലാണ്ടായ ഓക്സിജൻ കുറയത്തില്ലേ? അപ്പോൾ സേവ് കടൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തോട്ട് ഇനി ഒരു വേസ്റ്റും തള്ളരുത്, മീനുകൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം, ഒരു വേസ്റ്റും തള്ളാൻ പാടില്ല. ഇതിനകത്തോട്ട് കൊണ്ടിടുന്ന മൊത്തം കെമിക്കൽ വേസ്റ്റ് ആണ്, ഓയിൽ വേസ്റ്റ്, കോൺക്രീറ്റ്, പ്ലാസ്റ്റിക്, കംപ്ലീറ്റ് ഡ്രെയിനേജ് എല്ലാം കടലിലോട്ടാണ് പോകുന്നത്. പണ്ട് ഞാനിങ്ങനെ കടലമ്മയെ പറ്റിയൊക്കെ പറഞ്ഞു വന്നിട്ട് ഈ വേസ്റ്റ് ഇടുന്നതിനെ പറ്റിയും ഒക്കെ കളിയാക്കി സംസാരിച്ചപ്പോൾ എന്തോ പറഞ്ഞതിന് കടൽ തീരത്തുള്ളവരെല്ലാം കൂടെ എന്നോട് തർക്കിക്കുക, എന്നെ അടിക്കാനൊക്കെ കിടക്കുക. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവാഞ്ഞുകൊണ്ട് അവരത് ചെയ്യുന്നത്. കാരണം ഞാൻ കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞു. ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഇത്രയും വേസ്റ്റ് വരുന്നതിനെ പറ്റിയോ ആ ആൾ മരിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അതിനകത്ത് വെള്ളം കിടക്കുന്നു. ഇത് ഇനിയിപ്പോൾ കിടന്ന് തപ്പിത്ത് ഭയങ്കര പ്രഹസന നാടകങ്ങളും അടിച്ച് ഈ സംഭവം അല്ല ഇനി വിഷയം. സ്കൂബ ഡൈവിങ് ആരെ പുകഴ്ത്തിപ്പറച്ചിലും ഭയങ്കര സംഭവം നടക്കുന്നു, എല്ലാം ശ്രദ്ധ അങ്ങ് തെറ്റി. എല്ലാവരും ഇനി അയാൾ രക്ഷപ്പെടുമോ ഇല്ലയോ അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിക്കുന്നതും. പക്ഷെ നമ്മളെന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരത്തെ പറ്റിയോ അല്ലെങ്കിൽ
ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ അവിടെ അത്ര എങ്ങനെ വന്നെന്നോ. നേരത്തെ ഒരാൾ മാൻഹോളിൽ ഇറങ്ങി ഇതുപോലെ ശ്വാസം കിട്ടാതെ മരിച്ചിട്ടുണ്ട്. അത് പോയിസണസ് ഗ്യാസസ് ഉണ്ടാകുന്ന അറിയാതൊരുത്തിന് ഇറങ്ങി, അതിൻ്റെ പുറകെ നൗഷാദ് ഇറങ്ങി. അപ്പോൾ ശശികല ടീച്ചർ മാത്രം പറഞ്ഞു ഇയാൾ മണ്ടനാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവരെ തിന്നാൻ ചെന്നു. എനിക്ക് അവരോട് താല്പര്യമുള്ള ആളല്ല, പക്ഷേ അവർ പറഞ്ഞത് ശരിയായതുകൊണ്ട് അതിനകത്ത് എതിർപ്പില്ല. അവർ BJPയോ RSSോ എന്തും ആയിക്കോട്ടെ, അവർ പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ്. മാൻഹോളിലോട്ട് യാതൊരുവിധ അറിവില്ലാതെ ഗ്യാസസിനെ പറ്റി പഠിക്കാതെ ഒരാൾ ഇറങ്ങിപ്പോൾ അയാൾ മരിച്ചു. അവിടെ ഈ പറഞ്ഞ പോലെ H2S ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അമോണിയ പല ഗ്യാസസാണ് ഫോം ചെയ്യുന്നതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഇറങ്ങിയാൽ ചിലപ്പോൾ അവിടെ നിന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. ബോധം പോകും ആദ്യം, പിന്നെ മരിച്ചും പോകും. അതുപോലെ ഇയാൾ ഇറങ്ങിയേക്കുന്നതിനകത്ത് കുഴപ്പമുണ്ട്. ഇയാൾ എന്തിനിറങ്ങി? അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതാണെന്ന് പറയുന്നു. എന്താണ് ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു ഗൈഡൻസും ഇല്ലാതെ? നമ്മളിപ്പോഴും പറയത്തില്ലേ സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിലില്ലല്ലോ. ഗൾഫിലൊക്കെ പോകുന്ന എല്ലാ സേഫ്റ്റിക്കാർക്കും അറിയായിരിക്കും. സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ബോർഡും വെച്ചിട്ടുണ്ട്. സേഫ്റ്റിയുടെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ടൂൾ ബോക്സ് മീറ്റിംഗ് കഴിയാതെ ഒരു പണിയും തുടങ്ങത്തില്ല. ഓരോ പണിക്കും സ്പെസിഫിക് ആയിട്ട് ടൂൾ ബോക്സ് ഉണ്ട്. അതുപോലത്തെ ചെക്ക് ലിസ്റ്റുകളും സേഫ്റ്റി JSA ജോബ് സേഫ്റ്റി അനാലിസിസ് ഇതെല്ലാം നടത്തിയതിന് ശേഷം മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. ഇവിടെ ഇത് വല്ലതും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സേഫ്റ്റി കാരണസ് ഉപയോഗിച്ചുകൊണ്ട് എത്ര പേരാണ് ഈ പറഞ്ഞ സ്കഫോൾഡിങ്ങിൽ കൂടെ നടക്കുന്നത്? എത്ര പേരുടെ ഹെൽമെറ്റ് ഉണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലെല്ലാം? അവർ ഉപയോഗിക്കുന്ന കവറോളാണോ? ഇട്ടേക്കുന്ന ഗാഡ്ജറ്റ്സുകൾ എന്തൊക്കെ? എന്തിനാദ്യം പറഞ്ഞു? ചുമ്മാ പെയിന്റ് ചെയ്യുന്നിടത്ത് പോലും മാസ്കും വെക്കണം, ഗോഗിൾസ് വെക്കണം, ഇങ്ങനത്തെ പല ഇതുണ്ട്. സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ എന്താ വർക്ക് ഹസാർഡ്സ്, ജോബ് ഹസാർഡ്സ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. വർക്ക് ഹസാർഡ്സ് അത് തന്നെ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാൻ. അതുപോലെ തന്നെ ഓഫീസ് സ്ഥലത്തുള്ള ഓഫീസ് എക്കണോമിക്സ് ഇത് വല്ലതും അറിയാവോ? നമുക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ ഈ ഗൾഫിൽ പോയതുകൊണ്ട് മാത്രം അറിഞ്ഞാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഓയിൽ ഫീൽഡിലുള്ള നല്ല നല്ല കമ്പനികൾ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ മലയാളി കമ്പനിയുടെ ഓഫീസിൽ ഇരുന്നാൽ ചിലപ്പോൾ ഇത്ര കൃത്യമായിട്ട് അറിയത്തില്ല. അത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെന്നിട്ട് ആ സ്റ്റാൻഡേർഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലായത് ക്ലയൻറ്റിന് ഇപ്പോൾ അത് അമേരിക്കൻ കമ്പനി ആവാം, യൂറോപ്യൻ കമ്പനി ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഗൾഫിൽ ഇറങ്ങുന്ന കമ്പനി ആണെങ്കിൽ പോലും ഈ സ്റ്റാൻഡേർഡ്സ് അവർ നോക്കാതെ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ മാൻഹോളിനകത്തോട്ട് ഇറങ്ങുമ്പോൾ ഇയാൾക്ക് യാതൊരുവിധ പ്രിക്കോഷൻസും ഇല്ല. ഇതിനടിയിൽ എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരാൾ ഇതിനകത്ത് ഇറങ്ങിയതിലാണ് തെറ്റ്. അല്ലാതെ അയാളെ തപ്പി പിടിക്കാൻ പോകുന്നിടത്ത് വലിയ ഹീറോയിസ് ഒന്നും കാണിക്കാനല്ല ഡെഡ് ബോഡി അവർ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ ജീവനോട് അയാളെ കിട്ടിയാൽ തന്നെ അയാളുടെ എന്തോ ഭാഗ്യത്തിന് കിട്ടിയതുപോലെ പറയാൻ പറ്റില്ല. കാരണം ഇത്രയും നേരം അയാൾ അതിനകത്ത് എവിടെയോ ഇരുന്നെന്ന് പറഞ്ഞാൽ അത് അയാൾ മറ്റേ ഗുണ KV പെട്ട ഒരാളെ എടുത്ത സിനിമ പോലെ ഇനി സിനിമയൊക്കെ വരുമായിരിക്കും. അയാൾ രക്ഷപ്പെട്ട് കിട്ടിയാൽ മരിച്ചവരെ കിട്ടത്തില്ല, ആ സിനിമ അവരെടുക്കത്തില്ല. ഇതിനകത്ത് നടന്നേക്കുന്ന ഇത്തരം പരാജയങ്ങൾ ഓരോ മനുഷ്യരും നമ്മൾ ഓരോരുത്തരും പരാജയപ്പെട്ട ഒരു ചെറിയ സീൻ മാത്രം ഇത് എന്ന് ഇതുപോലത്തെ നടക്കുന്നുണ്ട് ഈ നാട്ടിൽ. ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ കാറിനകത്ത് വെള്ളത്തിനകത്ത് ആരും മുങ്ങി മരിച്ചില്ല. പക്ഷേ അവനെതിരെ കോടതി, പോലീസ്, MVD, നാട്ടുകാർ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആരായി മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് വേസ്റ്റ് കൊണ്ടിട്ടവരും അതുപോലെ തന്നെ ഈ വെള്ളം പൊങ്ങിയിട്ട് ഇതുപോലെ ബ്ലോക്ക് ആകുന്ന സംഭവങ്ങൾ തിരുത്താതെ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാതെ, തിരുത്താന്നല്ല അതൊന്നും മെയിൻ്റനൻസ് പോലും വൃത്തിക്ക് ചെയ്യാതിരുന്ന ഈ പറഞ്ഞ ഈ നിയമ സംവിധാനവും കോടതിയും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മൊത്തം കറപ്റ്റഡ് ആയതുകൊണ്ട് നടന്നു പോയൊരു മരണം. അതുപോലെ ഒരുപാട് എല്ലാ ദിവസവും ഇതുപോലത്തെ നമ്മുടെ എന്താ പറയണ്ടത് കറപ്ഷൻ കൊണ്ടുണ്ടാക്കുന്ന മരണങ്ങളെല്ലാം മറന്നിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബറോ എല്ലായിടത്തും വളയെന്ന് പറയുമ്പോൾ കഥ ചോട്ടി പൊളിക്കുന്ന പോലീസും ഒരുത്തം വെള്ളം നിറച്ച കാറിനകത്ത് പോയപ്പോൾ അതിനെ പൊക്കി പിടിച്ച് അവൻ്റെ ലൈസൻസ് ആജീവനാന്തരം റദ്ദാക്കിയപ്പോൾ കൊടുത്ത സപ്പോർട്ടും എല്ലാം മതി ഈ കണ്ണിപ്പൊടി ഇടുന്ന പരിപാടി അവതരിപ്പിച്ച് ഇവിടെ ജീവിച്ചു പോകാൻ. യഥാർത്ഥ കാരണങ്ങളിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഇവന്മാർക്ക് മനസ്സിലാകുന്നില്ല. ഈ നാട്ടുകാർ അത്രയ്ക്ക് മണ്ടത്തരം കാണിക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ മണ്ടത്തരം ഇനിയും കാണിക്കും, അത്രേ ഉള്ളൂ. അധികാരികളും അത്രയും മണ്ടത്തരം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല, അത്രയും പൊട്ടത്തരം ആൾക്കാർ കാണിക്കുന്നത്. ഇപ്പം എന്നിട്ട് ഈ പറഞ്ഞ സ്കൂബ ഡൈവിങ്ങുകാരെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഫ്ലഡ് വന്നപ്പോൾ ഏതൊരുത്തിനൊന്ന് കുനിഞ്ഞു ഒരുത്ത മണ്ടയ്ക്ക് ഔട്ടി കയറിയത് ഭയങ്കര സൂപ്പറാണ്. ആ ഫ്ലഡ് ഉണ്ടായതിനും അത് ആ സമയത്തുള്ള മിസ്മാനേജ്മെന്റിന്റെ എണ്ണം എടുത്ത് കഴിഞ്ഞാൽ എന്തോരം ആൾക്ക് എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവം അത് മാനേജ്മെന്റ് ആരുടെ കുഴപ്പം നിൽക്കുന്ന അന്വേഷിച്ച് ഇത് പലരുടെയും തലയിലിരിക്കും ഇത്. അതൊക്കെ ശരിക്കും ആ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ കൃത്യസമയത്ത് ഇടപെടേണ്ട പോലെ ഇടപെടാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ടാണ് കൂടുതൽ ഡിസാസ്റ്റർ ആകുന്നത്. മറ്റൊരു രാജ്യത്ത് ഇതിനൊക്കെ ഇരട്ടി വെള്ളം വന്നാൽ പോലും ഇതിലും വലിയ ഭൂകമ്പം ഉണ്ടായാലും മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ അതിൻ്റെ കാൽഭാഗം അടിച്ചാൽ മരിക്കും. ഇപ്പോൾ ജപ്പാനിലൊക്കെ ഉണ്ടാകുന്ന ഭൂകമ്പത്തിൻ്റെ ഒരു ചെറിയ സാധനം ഇവിടെ അടിച്ചാലുണ്ടല്ലോ ഇവിടെ ഒരുപാട് പേര് മരിക്കും. മറ്റേ രാജ്യം അങ്ങനെ പുരോഗമിച്ചിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ ഒന്നിച്ച് അവർക്ക് ഈ അറിവുകൾ നല്ല രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ല, കൈക്കൂലി മേടിച്ച് സ്വന്തം കേസ് വീർപ്പിക്കാനും അല്ലെങ്കിൽ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് വേറെ തന്നെ താത്തിക്കെട്ടി ഹുങ്ക് കാണിച്ച് നടക്കാനും ഒക്കെ ഒന്നും പഠിക്കുന്നവരല്ല അവിടെ ഉള്ളവർ. ഇവിടെ ഉള്ളവൻ എന്തോ അറിയാവുന്നത്. പിന്നെ കുറേ പൊട്ടന്മാർ സിനിമാടന്മാരുടെ പ്രൈസ് ചെയ്ത് അവരെയും പാട്ടും പാടി അവൻ്റെ പോഴത്തരവും കണ്ട് തീരെ മണ്ടന്മാരായിട്ട് ജീവിക്കുന്ന മനുഷ്യരുള്ളതുകൊണ്ട് നടക്കുന്ന ചില അപകടങ്ങളാണ് ഇതൊക്കെ. എന്തോ അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഓരോരുത്തർ. ഇതിനെപ്പറ്റി ആരും സംസാരിക്കത്തുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഏതെങ്കിലും മീഡിയയിൽ ഇത് പറയുമോ? കുറ്റക്കാരെ കണ്ടുപിടിക്കൂ. ഇത് എങ്ങനെ സംഭവിച്ചാന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റ് മെഷർ എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട് ആരും അത് ശ്രദ്ധിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ഇവർക്ക് ശീലമില്ല, ഇവരാരും കേട്ടിട്ടില്ല. ഇപ്പോൾ ഗൾഫിലിരിക്കുന്നവർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പല കേസുകളും ഞാനിവിടെ പറയുന്നത് ഗൾഫിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ കമന്റ് ഇടുമ്പോൾ അവർ കൃത്യമായിട്ട് പറയാം അത് അങ്ങനെയാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു വണ്ടിക്ക് തീ പിടിച്ച സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അയാൾക്ക് അത് അറിയത്തില്ല. ഒരു മനുഷ്യൻ വണ്ടി എടുക്കുമ്പോൾ അതിനകത്ത് തീ പിടിച്ചാൽ, അതിനകത്ത് വണ്ടി ഇടിച്ചാൽ, ജാമായാൽ, അത് ചെയ്താൽ, ഇത് ചെയ്താൽ, എങ്ങനെ വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെ ഇവിടെ ഉള്ള ഒരു സാധാരണക്കാരൻ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കാത്തതല്ലേ? അവർ അങ്ങനത്തെ ഒരു വീഡിയോ പോലും കാണാത്തത്. ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടിക്ക് തീ പിടിച്ചാൽ എന്ത് ചെയ്യണം,
ഒരു വണ്ടി ഓടിക്കുന്നു, വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം? അപ്പം തന്നെ ഗ്ലാസ് ഒന്ന് താത്തിയിട്ടേക്കണം. വീണാൽ വീഴുന്നതിന് മുമ്പേ അല്ല ഇടിച്ച് പൊട്ടിക്കേണ്ട സാധനം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണും. ഒട്ടും നിവർത്തിയിൽ തലയൊക്കെ ഇടിച്ച് ബോധം പോയാൽ മരിക്കും. അല്ലെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗ്ഗം നമ്മൾ അതിനുള്ളിൽ ഒപ്പിക്കണം. അതിനുള്ള എന്തെങ്കിലും സാധനം വണ്ടിക്കകത്ത് കാണണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അതൊന്നും നമ്മൾ അറിയുന്നില്ല. സേഫ്റ്റി റിലേറ്റഡ് ഒരു സാധനം ഒരു വണ്ടിയിലും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇല്ല. അതേസമയം ഈ പറഞ്ഞ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ സേഫ്റ്റി. ഇപ്പോൾ എത്ര വണ്ടി കത്തി ഇവർ വേണമെങ്കിൽ ഇനി ഫയർ എക്സ്റ്റിംഗ്വിഷർ നിർബന്ധമാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ചിലവ് കൂടുന്നുള്ളതല്ലാതെ അപ്പോഴും ആവശ്യമുള്ള സ്ഥലത്തൊന്നും ഇത് കാണത്തില്ല. തീ പിടിക്കുന്നതിനൊരു കാരണമുണ്ട്. മനസ്സിലായില്ലേ? അത് ഒഴിവാക്കത്തില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ മനസ്സിലാകത്തില്ല ഇവർക്ക്. പകരം ഇനിയിപ്പോൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചുകൊണ്ടിരുന്ന വണ്ടികൾ കത്തും. മറ്റു രാജ്യങ്ങളിൽ വേറെ ഗുണമുണ്ട്. മറ്റ് എല്ലാ ചുറ്റുവട്ടത്തും വരുന്ന വണ്ടികൾക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, എല്ലാവരുടെ അടുത്തും അടിക്കും. അപ്പോൾ ഒത്തിരി പേരുടെ ജീവൻ രക്ഷപ്പെടുന്നുണ്ട്. ശരിക്കും ഫയർ എക്സ്റ്റിംഗ്വിഷർ നിർബന്ധം ആക്കുന്നത് നല്ലതായിരിക്കും. ആക്കിയിട്ട് കാര്യമില്ല, അത് കൃത്യസമയത്തിന് കാലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആർക്കറിയാം? അതിന് പിന്നെ ഇനി കൈക്കൂലി മേടിക്കലും പരിപാടിയും അതില്ലാത്തതിനും ആവശ്യമില്ലാത്ത ഫൈൻ അടിക്കാനൊക്കെ പിന്നെ അത് ഉപകാരമാകത്തുള്ളൂ. അല്ലാതെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനോ അല്ല മനുഷ്യരോട് സഹകരിച്ചോ അല്ലല്ലോ ഒരു നടപടി ഇവിടെ എടുക്കുന്നത്. ഇങ്ങനത്തെ സ്കോപ്പ് കിട്ടി അതിനകത്തൊന്നും ഇങ്ങനെ കൈയിട്ട് വരാമെന്നുള്ളൊരു ഭയങ്കരമായ പഠനം നടക്കും. മനസ്സിലായി? ആ ഡെവലപ്മെന്റ് ഭയങ്കര ഇവിടെ. ഒരുത്തനെ പറ്റിക്കാനും ഒരു ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ആക്സിഡന്റ് റേറ്റ്സ് കുറയ്ക്കാൻ എന്താണ് ഇത് ഇവരെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. അതിന് ഏറ്റവും നല്ല സാധനം സ്പീഡ് ഗവർണറാണ്. ആ സ്പീഡ് ഗവർണർ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. അത് ഏത് പാർട്ടിക്കാർ ചെയ്താന്ന് എനിക്ക് ഓർമ്മയില്ല. കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോഴാണോ ഈ സ്പീഡ് ഗവർണർ വന്നെന്ന് അറിയത്തില്ല. പക്ഷെ അത് നല്ലൊരു നടപടിയാണ്. പക്ഷെ അത് പിന്നീട് അത് കണ്ടിട്ടില്ല. അത് നടപ്പിലാക്കിയെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരുത്തനെ കൊണ്ടും പറ്റുന്നില്ല. ആ സ്പീഡ് കൃത്യമായിട്ട് ഗവേൺ ചെയ്തിരുന്നെങ്കിൽ ഓരോ വണ്ടിയുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നിരുന്നെങ്കിൽ ഇന്ന് എത്രയോ ആക്സിഡൻറ്റ്സ് കുറഞ്ഞേനെ. അതല്ലാത്ത സീറ്റ് ബെൽറ്റേലും മറ്റേ ഹെൽമെറ്റേലും അല്ല ഇരിക്കുന്നത്. കൃത്യമായ സ്ഥലം കണ്ടിരുന്നു, പക്ഷെ ആരോ ചെയ്തു, പക്ഷെ അത് പാളിയല്ല. നാട്ടുകാർ കൊള്ളാത്തവരായതുകൊണ്ടും സ്വന്തം കാര്യത്തിൽ പോലും എന്താ പറയണ്ട അത്ര കൺസേൺ ഇല്ല ഇവർക്ക്. സ്വന്തം ജീവിതത്തിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ ഈ നാട്ടിലുള്ളത്. പിന്നെ എന്താ ഈ മുടിഞ്ഞ പോപ്പുലേഷൻ, ഇത്രയും മനുഷ്യനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയ ആൾക്കാരല്ല ഈ ഭരിക്കുന്നവരാരും ഇന്നേ വരെ. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളവർക്ക് ഇവരാണോ മറ്റവരാണോ അവരാണോ ഇവരാണോ എന്നേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇവിടെ എന്താ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒരാളാണെന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെയാണ് കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നല്ലൊരു ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമോ നമ്മൾ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടേ ഇല്ലാത്തതുകൊണ്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഒരു തണ്ടിയും കൊള്ളത്തില്ല. അതിപ്പോൾ BJP കൊള്ളത്തില്ല, കമ്മ്യൂണിസ്റ്റ് കൊള്ളത്തില്ല, കോൺഗ്രസ് കൊള്ളത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ തമ്മിൽ ഭേദം ആരാണെന്ന് വേണേൽ പറയാമെന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അല്ലാതെ ലോകത്ത് കൊള്ളാവുന്ന ഇത്രയും ഞാൻ പറയാം എഡ്യൂക്കേഷനുള്ള ആൾക്കാരും അത്യാവശ്യം പൈസ സമ്പാദിക്കുന്നവരും മര്യാദയ്ക്ക് ജോലി ചെയ്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ മറ്റ് പല സ്റ്റേറ്റിനേക്കാളും നല്ലതായിട്ട് നടക്കാണ്ട് ഒരു നാട്ടിൽ പോലും അതിനനുസരിച്ചൊന്നും സ്റ്റാൻഡേർഡ് ഇവിടെ ഇല്ല. മനസ്സിലായി? ഇവിടെ ഉള്ളവരോട് ഒരു പരിധി വരെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അതിന് കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യം അത്ര കൊള്ളാവുന്ന രീതിയിലല്ല നടക്കുന്നത്. ഈ പറഞ്ഞ മനുഷ്യരെല്ലാവരും എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ മലയാളികൾ. എവിടെയെല്ലാം പോയാലും അവർ അവിടുത്തെ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്താൽ ജീവിക്കുന്നത്. ഇവിടെ ആണെങ്കിലും അത് ചെയ്തു കൊടുത്താൽ ജീവിക്കും. നല്ല രീതിയിൽ നല്ലത് കാണിച്ചു കൊടുത്താൽ അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. കുറേയൊക്കെ നാശം ഉണ്ടാക്കും, ശരിയാ. പക്ഷേ എങ്കിൽ പോലും നല്ല സ്ട്രിക്റ്റ് ആയാലും ഇവർ അനങ്ങത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് എല്ലാ തരം ആൾക്കാർ, എല്ലാ ജാതി, എല്ലാ മതവും, എല്ലാ നഗറും കോളനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരും എല്ലാവരും, കടപ്പുറം എല്ലാ ടീമും ഈ പറഞ്ഞ പോലത്തെ അല്ലെങ്കിൽ ഒരു കർഷക ഗ്രാമമാണെങ്കിൽ അങ്ങനെ, ആദിവാസി എന്ന് പറഞ്ഞാൽ അങ്ങനെ, ഇനി വേണ്ട അതിലും ഭയങ്കര ടെറർ ടീമാണെന്ന് പറഞ്ഞാൽ ഈ പഴയ LTT-കാരനാണെങ്കിലും ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ആ മര്യാദയ്ക്ക് എല്ലാവരും ഒരുപോലെ, അവരെല്ലാവരും ഒരുപോലെ നിയമമൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ ഓടിക്കേണ്ട പോലെ വണ്ടി ഓടിച്ച് ജോലി ചെയ്യേണ്ട സ്ഥലത്ത് ജോലി ചെയ്ത് നല്ല വൃത്തിക്ക് കൃത്യസമയത്തിന് എഴുന്നേറ്റ് യാതൊരു സമരവും ചെയ്യാതെ ജീവിച്ചു പോകുന്നുണ്ട്. നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്. ഇവിടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇത് ഭരിക്കുന്നവർ പോലും ഇടപെടുന്നത്. എന്നാൽ ഇവരിത് തീർത്ത് നടത്തും എന്ന് പറഞ്ഞ് വരുന്നവരെ എനിക്കറിയത്തില്ല ഇവരെന്താ ഇങ്ങനെയുള്ളവർ ഈ രാജ്യത്ത് ജനിക്കാത്തതെന്ന്. അല്ലേ, എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും ആദ്യം വലിയ പാടാണ്. പക്ഷേ അത് നടത്തിയെടുക്കണം. അതിനുള്ള കഴിവുള്ളവർ ഇവിടെ ജനിക്കുന്നേ ഇല്ലെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ഇത്ര 140 കോടി ജനം ഉണ്ടായിട്ട് അങ്ങനെ ഒരാൾ ജനിക്കുന്നില്ലെന്ന് ഇവിടെ. എന്തിനാദ്യം പറഞ്ഞത് ചെറിയൊരു തട്ടിപ്പ്. ഈ ചാരിറ്റി തട്ടിപ്പിന് ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, charitywithclarity.com, www.charitywithclarity.com എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചാരിറ്റി, അതിനകത്ത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. എന്ത് കാണിച്ചാലും കാണാം. ഒരു തട്ടിപ്പ് നടക്കാത്ത രീതിയിൽ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും തട്ടിപ്പ് നടന്നെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അതിനെ ക്ലാരിഫൈ ചെയ്യാതെ നമ്മൾ പോകത്തില്ല. അവരത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ച് ആർക്കും മനസ്സിലാവുന്നില്ല. ഇനി മനസ്സിലായാലും അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങളാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല, എനിക്ക് രക്ഷപ്പെടാൻ ഉണ്ടാക്കിയേക്കുന്നത്, എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, അതുപോലും മനസ്സിലാകുന്നില്ല. അപ്പോഴും അവർ ചിന്തിക്കുന്ന മൊത്തം വേറൊരാളിങ്ങനെ ഇത് ഇവർക്കൂടെ എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലായിട്ടില്ല ആർക്കും. പക്ഷെ ഞാനത് പുറകോട്ട് എടുക്കത്തൊന്നുമില്ല. അത് മുന്നോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അല്ലാതെ അത് മാറ്റി പറയത്തില്ല. കറപ്ഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നേ, എന്തോ സംശയം? ഈ ജനറേഷൻ പറ്റത്തില്ലായിരിക്കും, അടുത്ത ജനറേഷന് പറ്റും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കൺസെപ്റ്റുകൾ, ഇതുപോലത്തെ ഐഡിയാസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഏരിയ ഇത് ചെയ്തത്. അതിങ്ങനെ നടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഇന്ന് www.charitywithclarity.com എന്ന വെബ്സൈറ്റ് നോക്കണം. അപ്പോൾ അറിയാം ചാരിറ്റി തട്ടിപ്പ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. 100% ഞാൻ നിർത്തിത്തരും, ഒരു സംശയമില്ല.
അത് ചുമ്മാ നിർത്താൻ പറ്റത്തില്ല. ഈ പറഞ്ഞവന്മാർക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ എനിക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരും. ഈ നാട് നിങ്ങളെ ഞാൻ നടന്ന് പ്രസംഗിച്ച് ആൾക്കാരെ പഠിപ്പിച്ചെടുക്കണം. അതും പഴയ തലമുറ പഠിക്കാനൊന്നും പോകുന്നില്ല. അവന്മാർക്ക് വേറെ എന്തെങ്കിലും വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ഓരോരുത്തരുടെ. ഇത് നമുക്ക് വിശ്വാസം വേണ്ട. കണക്കുകളും തെളിവുകളും കൃത്യമായിട്ട് കാണുന്നിടത്ത് മാത്രമേ ഇനി അനങ്ങാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്താൽ മതി. വേറെ ആൾക്കാർ അതിന് നിർബന്ധിതരാകും. അങ്ങനെ ഒരു ഏരിയ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏരിയയിലോട്ട് ഇത് കയറ്റും. ഏതാ ഈ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇതുവരെ ഒരാളെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ തട്ടിപ്പെന്ന് പറഞ്ഞവരോട് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടോ? എന്നാൽ അംഗീകരിക്കത്തൊന്നും ഇല്ലായിരിക്കും. ഇപ്പം പെട്ടെന്ന് അങ്ങനെ നടക്കത്തുമില്ല. ഇനി വേറെ ആരെങ്കിലും എങ്ങനെയും നടന്നാൽ മതി എനിക്ക്. അല്ലാതെ ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്രയോ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ് ആരും അനങ്ങുന്നില്ല. 1,00,000 മേളിൽ NGOയും ട്രസ്റ്റും ഉണ്ട് ഇന്ത്യയിൽ. ഒരുത്തൻ്റെ പോലും വെബ്സൈറ്റിന് ട്രാൻസ്പെറൻസി ഇല്ല. അങ്ങനെ ഒരാൾ ട്രാൻസ്പെറൻസി ഉണ്ടാക്കിയിട്ട് അറിയാത്ത പോലെ മിണ്ടാതെയൊക്കെ ഇരിക്കുന്ന കുറേ ആൾക്കാർ. ഇത് കണ്ടിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതും മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് പാടാ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അത് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര പേര് കണ്ടു കാണും, എത്ര പേര് അറിഞ്ഞ് ഈ സൈറ്റ് ഉണ്ടെന്ന്. അറിഞ്ഞിട്ടെന്തോ ചെയ്തേ? ഒരാളെ സഹായിക്കുന്നതിനകത്ത് എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ആർക്കും ഈ ഗതിയിലേക്ക് എത്താം. പക്ഷെ അവിടെ ഒരു തട്ടിപ്പ് വരുമ്പോൾ കൂടുതൽ പേർക്ക് സഹായം കിട്ടാണ്ടായി പോകും. അതിപ്പോൾ നമ്മൾ ആർക്ക് വേണേലും ആവാം, അത് എനിക്കും ആവാം. അപ്പോൾ ഞാനൊരു തട്ടിപ്പിനിരയാകരുത് എന്നുള്ളൊരു ഉദ്ദേശം കൂടെ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു പൈസ ആരെങ്കിലും കളക്ട് ചെയ്താൽ അതിനകത്ത് കണക്ക് കാണണം. എനിക്ക് എന്ത് ബില്ലായോ, എത്ര രൂപ ചിലവാക്കിയോ, അതെല്ലാം കൃത്യമായിട്ട് കാണണ്ടേ. അതല്ലേ അതിൻ്റെ ഒരു അന്തസ്സ്. അല്ലാതെ ഇത് ചുമ്മാതെ ഏതെങ്കിലും ഒരുത്തിനൊരു കള്ളം വന്നിട്ട് അവൻ കുറേ കാശ് പിടിച്ചുകൊണ്ട് പോയി വേറൊരുത്തിനെ സഹായിക്കാനുള്ള പൈസ അടിച്ചുകൊണ്ട് ക്ലീനായിട്ട് അടിച്ചുകൊണ്ട് പോവുക. എൻ്റെ അതിനകത്ത് അടിച്ചുകൊണ്ട് പോയി പിടിക്കാം. നിങ്ങൾ കാണിച്ചാൽ മതി എവിടെ നിന്നാണ് പോയെന്ന് അതിനകത്ത് കാണാൻ പറ്റും. അതെങ്കിലും ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? നമ്മളെ ചെയ്തേക്കുന്നത് തീർത്തും എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം ഞാനല്ല അതിൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത്. വേറൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവാൻ അയാൾ ചോദിക്കുന്നിടത്ത കാര്യം ഇരിക്കുന്നത്. എവിടെ എന്ന് ചോദിക്കാൻ അയാൾക്ക് അവിടെ കാണണം. അതുകൊണ്ട് ഇവിടെ കിടക്കേണ്ട സാധനം ഇവിടെ കാണുന്നില്ല, അയാൾക്കത് കിട്ടിയിട്ടില്ല. അവിടെ ഇവിടെ എല്ലാം വിളിച്ച് ചോദിക്കാം. ബാങ്ക് എല്ലായിടത്തും നിന്ന് എടുക്കാം. ഫുൾ സ്റ്റേറ്റ്മെൻ്റ് അടക്കം എടുത്തിടുന്നത്. ആ സിസ്റ്റം കാണാത്തവർ ഇപ്പോൾ എനിക്കറിയത്തില്ല എന്താണെന്ന്. കണ്ടിട്ടുണ്ട് കുറേ പേരൊക്കെ, ഒരുപാട് പേരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അത് ആ ഉദ്ദേശിച്ച സ്പീഡൊന്നും അതിന് കിട്ടത്തില്ല. ഇവിടെ ഇതുപോലത്തെ ഡ്രാമ കാണിക്കാവോ? കുറേ കരച്ചിലും പിടിച്ചിലും ബഹളവും എന്തുകൊണ്ടൊക്കെ ഭയങ്കര ബഹളമൊക്കെ കൂടെ വിട്ട് കഴിഞ്ഞിട്ട് കുറേ സാഡ് BGM-ഉം മുടിഞ്ഞ ഡയലോഗൊക്കെ കൊണ്ട് അടിച്ച് കഴിയുമ്പോൾ എല്ലാവരും കൊണ്ട് അങ്ങോട്ട് തള്ളി കൊടുക്കും. അവൻ അതിനകത്തുനിന്ന് പകുതി അടിച്ചുകൊണ്ട് അവനങ്ങ് പോകും. എന്നിട്ട് അവനെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കും. അതേപോലെ ഇവിടെ കണക്ക് മാത്രമേ ഉള്ളൂ. സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നിട്ട് അതിൽ കള്ളത്തരം കാണിക്കുന്ന കരച്ചിലും ബഹളവും ഒന്നും കാണിക്കത്തില്ല. അന്തസ്സോടുകൂടി അവരുടെ ഡിഗ്നിറ്റിയെ പോലും നശിപ്പിക്കാത്ത രീതിയിൽ അടിപൊളി സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കാണിച്ചപ്പോൾ അതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് അങ്ങനെ തന്നെ കിടക്കും. വേസ്റ്റ് മറ്റേ ഇതിനകത്ത് വീണും മാൻഹോളിൽ വീണൊക്കെ ഒത്തിരി പേര് മരിക്കും. ദിവസവും ഇവിടെ കത്തിച്ച് കളയുന്ന പ്ലാസ്റ്റിക് ശ്വസിച്ച് അല്ലെ ആ പൊട്ടാനിരിക്കുന്ന മുല്ലപ്പെരിയാർ എപ്പോൾ പൊട്ടിയാലും നമ്മളൊക്കെ അതിനടിപ്പെട്ട് മരിക്കും. അതൊക്കെ നമുക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നമ്മളപ്പോഴും ഇവിടെ കിടന്നുകൊണ്ട് തമ്മിൽ തല്ലിയും ജാതിയും മതവും ഒക്കെ പറഞ്ഞ് അല്ല രാഷ്ട്രീയം പറഞ്ഞ് എനിക്ക് മാത്രം തിന്നണം, എനിക്ക് മാത്രം അറിയണം, മറ്റൊരുത്തിൻ്റെ കീറിയാലും കുഴപ്പമില്ല എൻ്റെ കയറണം പറയത്തില്ലേ. ആ ഒരു മാനസികാവസ്ഥ ജീവിച്ച് നരകിച്ചാണ് ജീവിക്കുന്നത്. സന്തോഷം പോലും ഇല്ല പലർക്കും. എല്ലാം ഇങ്ങനെ നരകിച്ചിരിക്കുക. എന്നിട്ടും അതിനകത്തുനിന്ന് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമില്ല. എങ്ങനെയായിരിക്കും ഒരു സന്തോഷം ഉണ്ടാക്കാൻ പറ്റുക? അതൊരു വലിയൊരു പ്രോസസ്സാണ്. അതൊരു മന്ത്രമാണ്. കൊറോണയൊക്കെ കൈ കൊട്ടുമ്പോഴും തീ കത്തിക്കുമ്പോഴൊക്കെ മരിക്കുന്ന ഇല്ലാണ്ടാവുന്ന വൈറസാണ്. വൈകിട്ട് എന്താ പരിപാടി, രണ്ടെണ്ണം അടിക്കണം, അതാണല്ലോ സന്തോഷം. ഇതൊക്കെയാണ് ജീവിതം. ഇവിടെ ഓരോരുത്തർ മലയാളി പൊളിയും പൊളിയും വായും പൊളി ചെയ്യും. മലയാളി പൊളി വാ പൊളി, അല്ലെ മലയാളി പൊളി പഴം പൊളി, പഴത്തിൻ്റെ തൊലിപ്പൊളി, ഇതൊക്കെ പൊളി.